നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കുവൈറ്റിൽ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് 2 പ്രവാസികൾ അറസ്റ്റിലായി. അനധികൃത മദ്യനിർമ്മാണ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരാണ് പിടിയിലായത്. കുവൈറ്റിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് 2 പ്രവാസികൾ അറസ്റ്റിലായതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ജലീബൽ ഷുവൈക്ക് മേഖലയിൽ ബ്ലോക്ക് 4 പ്രവർത്തിച്ചിരുന്ന അനധികൃത മദ്യനിർമ്മാണ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരാണ് പിടിയിലായത്. ഏഷ്യൻ വംശജരായ ഇവർ ഏത് രാജ്യക്കാരാണെന്ന വിവരം വ്യക്തമല്ല. ഈ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മദ്യം വിതരണം ചെയ്തവരുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് മെത്തനോൾ കലർന്ന മദ്യം കഴിച്ചതിന്റെ ഫലമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 63 പേർക്ക് വിഷബാധയേറ്റത്. മലയാളികൾ ഉൾപ്പെടെ 13 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. 21 പേർക്ക് കാഴ്ച നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്നവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. കുവൈറ്റിലെ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളിയും ഇരിണാവ് സ്വദേശി പി സച്ചിനാണ് മരിച്ചത്. അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അരുൺ, എപ്പോഴാണ് ബന്ധുക്കൾക്ക്, കുടുംബത്തിന് ഈ മരണം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായത്? മറ്റ് മൃതദേഹം എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നടപടികൾ എവിടെ വരെയായി? ഗോകുൽ, അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച് മരണ വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത്. ഇരണാവ് ഇടക്കേപ്പുറം സ്വദേശിയായിട്ടുള്ള പി സച്ചിനാണ് കുവൈറ്റിൽ ഉണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചു എന്ന വിവരം ലഭിക്കുന്നത്. അവിടെ സലാമയിൽ ഒരു ഫ്ളാറ്റിൽ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു സച്ചിൻ കഴിഞ്ഞിരുന്നത്. അതിനിടെ ഈ മദ്യം കഴിക്കുകയും ദേഹാസ്വസ്ഥം ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിൽ ഗുരുതരമായ ആരോഗ്യസ്ഥിതിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഇപ്പോൾ സച്ചിൻ മരിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. സച്ചിനൊപ്പം തന്നെ ഫ്ളാറ്റിലുണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കൾക്കും അവരുടെയും നില ഗുരുതരമാണ് എന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അവരും മലയാളികളാണ് എന്ന പ്രാഥമികമായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷെ ബന്ധുക്കൾക്ക് ഈ എംബസി മുഖേനയുള്ള ഔദ്യോഗികമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷെ കുവൈറ്റിൽ നിന്നും ഈ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരം ലഭിച്ചു, അല്പസമയം മുമ്പ് ലഭിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടി സംബന്ധിച്ച് നിലവിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ബന്ധുക്കൾക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല. 4 വർഷം മുമ്പാണ് ഈ സച്ചിൻ ഈ കുവൈറ്റിലേക്ക് ജോലിക്കായി പോയത്. അവിടെ മലയാളികൾ കൂടുതലുള്ള സ്ഥലത്ത് തന്നെയാണ് സച്ചിനും ജോലി ചെയ്യുന്നത്. ഇവിടെ ഈ കുവൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നാട്ടിൽ ഈ പൊതുപ്രവർത്തനത്തിലും ക്ലബ്ബ് പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായ യുവാവാണ് സച്ചിൻ എന്നാണ് നമുക്ക് അവിടെ നിന്ന് പ്രാദേശികമായൊക്കെ ലഭിക്കുന്നത്. അതിനിടെയാണ് ജോലിക്കായി 4 വർഷം മുമ്പ് ഈ കുവൈറ്റിലേക്ക് പോയത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. സച്ചിനും സച്ചിന്റെ കൂടെയുള്ള സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഈ മദ്യം കഴിച്ച് ഗുരുതരാവസ്ഥയിലായത്. അതിൽ സച്ചിൻ മരിച്ചു എന്ന വിവരം സ്ഥിരീകരിച്ചപ്പോൾ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ എംബസി അത്തരം വിവരങ്ങൾ ഔദ്യോഗികമായി കൈമാറിയിട്ടില്ല. പക്ഷേ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, കുവൈറ്റിലെ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് സങ്കടകരമായ വിവരങ്ങളാണ് വരുന്നത്. കണ്ണൂർ സ്വദേശി ഇരിണാവ് സ്വദേശിയായ പി സച്ചിൻ, 31 വയസ്സാണ്. 4 വർഷം മുമ്പാണ് കുവൈറ്റിലേക്ക് പോയത്. സച്ചിനും ഈ വിഷമദ്യം കഴിച്ചു മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ അരുൺ പൂപ്പറമ്പ പങ്കുവെക്കുന്നത്. ഏതായാലും അക്കാര്യത്തിൽ അവിടെ നിന്ന് കുവൈറ്റിൽ നിന്നുള്ള സ്ഥിരീകരണം ബന്ധുക്കൾക്കും ലഭിച്ചിരിക്കുന്നു. നാട്ടിൽ കണ്ണൂരിൽ ഖത്തറിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള സമയപരിധി ഡിസംബർ 31 വരെ നീട്ടി. കൃത്യമായ വാഹന രജിസ്ട്രേഷൻ അഥവാ ഇസ്തിമാറ പുതുക്കാത്ത വാഹനങ്ങൾ നിയമാനുസൃതമാക്കാൻ 1 മാസത്തെ സമയമാണ് ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത്. കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 27 വരെയായിരുന്നു നേരത്തെ അനുവദിക്കപ്പെട്ടിരുന്ന സമയം. എന്നാൽ രജിസ്ട്രേഷൻ പുതുക്കലിനായുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ വലിയ തിരക്കനുഭവപ്പെടുന്നതും ഉപയോക്താക്കളുടെ സൗകര്യവും കണക്കിലെടുത്താണ് സമയപരിധി ഈ വർഷം അവസാനം വരെ നീട്ടിയതെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. രജിസ്ട്രേഷൻ പുതുക്കാത്ത വാഹനങ്ങൾ രജിസ്ട്രിയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും നേരത്തെ ജനറൽ ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനയ്ക്ക് പരമാവധി 15 മിനിറ്റ് വരെയാണ് സമയമെടുക്കുകയെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ മെട്രാസ് 2 വഴിയാണ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടത്. ഇതിന്റെ ആനുകൂല്യം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഡിസംബർ 31 മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ അംഗീകൃത ഗൾഫ് നിലവാരം പാലിച്ചില്ല
പാലിച്ചില്ലെങ്കിലും നിയന്ത്രണങ്ങളില്ലാതെ വിൽക്കാനും പ്രദർശിപ്പിക്കാനും അനുമതിയുണ്ട്. ഷോറൂമുകളിലും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലും ഇത് അനുവദിക്കും. അതിനുശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ നിലവാരം പാലിച്ചില്ലെങ്കിൽ വിൽപ്പനയോ പ്രദർശനമോ അനുവദിക്കില്ല. നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അൻവർ പാലേരി, 24 ദോഹ. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷം ഖത്തറിൽ വിപുലമായി ആഘോഷിക്കാനൊരുങ്ങി ഇന്ത്യൻ പ്രവാസികൾ. നാളെ രാവിലെ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ അംബാസഡർ വിപുൽ പതാക ഉയർത്തും. അശോക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതിയുടെ സന്ദേശം വായിക്കും. സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറവും സംയുക്തമായി ഭാരത് ആസാദി കി രംഗ് 2025 കൾച്ചറൽ ഇവന്റും സംഘടിപ്പിക്കും. മിനിമം സ്പെഷ്യലിസ്റ്റുകളുടെ എണ്ണം പാലിക്കാത്ത സ്വകാര്യ ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടി ഖത്തർ പൊതു ആരോഗ്യ മന്ത്രാലയം. സ്വകാര്യ ഹെൽത്ത് സെന്ററിലെ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി യൂണിറ്റും താൽക്കാലികമായി അടപ്പിച്ചതായി മന്ത്രാലയം അറിയിച്ചു. പ്രൊഫഷണൽ ലൈസൻസിന്റെ പരിധി മറികടന്ന് പ്രവർത്തിച്ച ഹെൽത്ത് പ്രാക്ടീഷണറുടെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. കുവൈറ്റിലെ കാബ്ദിൽ അനധികൃത മയക്കുമരുന്ന് ലബോറട്ടറി കണ്ടെത്തി. ലബോറട്ടറിയിൽ മയക്കുമരുന്നുകളുടെ നിർമ്മാണം, സംഭരണം, വിതരണം എന്നിവ നടന്നുവരുന്നതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മനുഷ്യജീവന് ഹാനികരമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയ നിരവധി മരുന്നുകളും അസംസ്കൃത വസ്തുക്കളും പരിശോധനയിൽ പിടിച്ചെടുത്തു. ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശോധന നടന്നത്. പൗരത്വ രഹിത വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് പിടിയിലായത്. ബിസിനസ് തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് കടവും കേസുമായി ഭക്ഷണത്തിന് പോലും വകയില്ലാതെ തിരുവനന്തപുരം സ്വദേശി UAEയിൽ ദുരിതത്തിൽ. ആരോഗ്യ പ്രശ്നങ്ങളെ അലട്ടുന്ന ഇവരുടെ ഇരു കണ്ണുകളുടെയും കാഴ്ചയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താമസ സ്ഥലത്ത് വൈദ്യുതി അടക്കം വിച്ഛേദിച്ചതിനാൽ കൊടും ചൂടിൽ വെന്തുരുക്കുകയാണിവർ. ദുബൈയിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത് തിരുവനന്തപുരം സ്വദേശിനി സൂസൻ. ബിസിനസ്സിൽ വന്ന പാകപ്പിഴകൾ ഇന്ന് സൂസനെ എല്ലാ അർത്ഥത്തിലും തകർത്തിരിക്കുകയാണ്. 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് സൂസൻ. താമസിക്കുന്ന വീട്ടിൽ കരണ്ട് കട്ട് ചെയ്തിട്ട് ദിവസങ്ങളായി. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി ഉമ്മൽകോയിലെ ഈ ഒരു ഒറ്റമുറിയിൽ ജീവിതം തള്ളി നീക്കുകയാണ് സൂസൻ. എന്താണ് സംഭവിച്ചത്? ഞാനിവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ട് കുറച്ച് റെൻറ്റിൻ്റെ പ്രശ്നം വന്നു. അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റ് എനിക്ക് മാർക്കറ്റിൽ കിട്ടാതെയായി. ഇന്ന് അതിൽ പലരും ജീവനോടെ ഇല്ല. എനിക്ക് പേയ്മെൻറ്റ് തരാനുള്ള കമ്പനിക്കാർ, എൻ്റെ ഓണർ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വന്നു. അതിനുശേഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത്. 2018 എൻ്റെ വിസ ഓവറാകുന്നു. പിന്നെ എനിക്ക് ലൈസൻസ് റിന്യൂ ചെയ്യാൻ പറ്റാഞ്ഞതിൻ്റെ പേരിൽ വിസ സ്റ്റാമ്പ് ചെയ്യാനും ലൈസൻസ് റിന്യൂ ചെയ്ത് കമ്പനി റൺ ചെയ്യാനും എനിക്ക് പറ്റാതെയായി. ഇപ്പോൾ ഏകദേശം എത്ര രൂപ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുണ്ട്? ഇപ്പോഴെന്താണ് നിങ്ങളുടെ ഒരു സാഹചര്യം? എത്ര കേസുകളുണ്ട്? എനിക്കിപ്പം കേസെന്ന് പറയുന്നത് ഉമ്മൽകോയിൻ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു കേസ് മാത്രമേ ഉള്ളൂ. വേറെ കേസുകളൊന്നുമില്ല. പക്ഷെ എനിക്ക് കിട്ടാനുള്ള പേയ്മെൻറ്റുകളൊന്നും എനിക്കിനി കിട്ടാൻ സാധ്യതയില്ല. കാരണം അത് ഒരുപാട് വർഷങ്ങളായി. തന്നെയല്ല, എൻ്റെ സിസ്റ്റവും ബാക്കിയുള്ള എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ താമസിക്കുന്ന മുറിയിൽ ഇപ്പോൾ കറണ്ട് കട്ട് ചെയ്ത അവസ്ഥ, എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്? എന്താണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? എനിക്ക് ആരോഗ്യപരമായിട്ട് കറണ്ട് ഇല്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാനൊക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 നേരം മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ്. ഡയബറ്റീസിൻ്റെ മെഡിസിന്, പിന്നെ എൻ്റെ കണ്ണിൽ ഡ്രോപ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇതൊന്നും ഇപ്പോൾ എനിക്ക് നടക്കുന്നില്ല. എൻ്റെ മെഡിസിൻ തീർന്നിരിക്കുകയാണ്. പിന്നെ കറണ്ട് ഇല്ലാതെ എങ്ങനെയെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞാനും പകച്ചു നിൽക്കുകയാണ്. ഡോക്ടർമാർ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കണമെന്നാണ്. അതിനും ഈ പറഞ്ഞതുപോലെ നല്ലൊരു എമൗണ്ട് വേണം എനിക്ക്. ഇപ്പോൾ 2 കണ്ണുകളുടെയും കാഴ്ച ഇല്ലാത്ത അവസ്ഥയാണോ? അതെ, 2 കണ്ണിൻ്റെയും കാഴ്ചയില്ലാത്ത അവസ്ഥയാണ്. എൻ്റെ റൈറ്റ് ഐക്ക് 0.1% മാത്രമേ ഇപ്പം നിലവിൽ കാഴ്ചയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് സഹായത്തിന് ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എനിക്കിപ്പോൾ സഹായത്തിന്
ദൈവം മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരുമില്ല. നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ബന്ധുക്കൾക്ക് അറിയോ? ഇല്ല, ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല, ആർക്കും അറിയില്ല. എൻ്റെ മോന് ചെറിയ രീതിയിൽ കാര്യങ്ങൾ അറിയാം, കണ്ണിന് വയ്യാതെ ഇരിക്കുക എന്നുള്ളത്. പക്ഷേ ഇത്രയും സീരിയസ് ആണെന്നുള്ളത് എൻ്റെ കുഞ്ഞിന് അറിയത്തില്ല. കാരണം ഞാൻ അവനെ കണ്ടിട്ട് 10 വർഷമായി. എനിക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റുന്നില്ല, എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. എനിക്കാകെയുള്ള ഒരു സമ്പത്ത് എൻ്റെ മോൻ മാത്രം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കാലാവധി കഴിഞ്ഞ സാധനങ്ങളുടെ തീയതികളിൽ കൃത്രിമം കാട്ടിയ വാണിജ്യ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടി ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. നസീം അൽ ഫജർ നാഷണൽ ഓപ്ഷൻസ് എന്ന സ്ഥാപനവും ശാഖകളുമാണ് 1 മാസത്തേക്ക് അടച്ചുപൂട്ടിയത്. കേസ് സുരക്ഷാ അധികാരികൾക്ക് റഫർ ചെയ്യാനും മന്ത്രാലയം ഉത്തരവിറക്കി. ഉൽപ്പന്നങ്ങളിൽ തീയതി സംബന്ധിച്ച വിവരങ്ങൾ മായ്ച്ചു കളഞ്ഞതായും കണ്ടെത്തി. ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ചാണ് നടപടിയെന്ന് അധികൃതർ. ഒമാനിൽ ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും രുചികളും പരിചയപ്പെടുത്തുന്നതിനായി ലുലുവിൽ ഇന്ത്യ ഉത്സവിന് തുടക്കമായി. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ഒരാഴ്ച നീളുന്ന ഫെസ്റ്റിവൽ ലുലു ഔട്ട്ലെറ്റുകളിൽ ആരംഭിച്ചത്. ബൌഷറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ഗോവർദ്ധി വെങ്കട ശ്രീനിവാസ് ഇന്ത്യ ഉത്സവ് ഉദ്ഘാടനം ചെയ്തു. സുൽത്താനേറ്റിലെ തെരഞ്ഞെടുത്ത ലുലു ഔട്ട്ലെറ്റുകളിൽ ഈ മാസം 20 വരെ ഫെസ്റ്റിവൽ ഉണ്ടാകും. ഇന്ത്യയുടെ സംസ്കാരം, പാചക രീതികൾ, ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, ഭക്ഷണപാനീയങ്ങൾ തുടങ്ങിയവ അടുത്തറിയാനുള്ള മികച്ച അവസരമായി ഇന്ത്യ ഉത്സവം മാറും. നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിസ്മയിപ്പിക്കുന്ന പ്രമോഷനുകളും ഓഫറുകളും ഉണ്ടാകും. ഓരോ മേഖലയിലെയും രുചികളും പലഹാരങ്ങളും ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്താനും പ്രചരിപ്പിക്കാനും പ്രത്യേകം സ്റ്റാളുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലുലു ഹൈപ്പർ മാർക്കറ്റ് നടപ്പാക്കിയ ഇന്ത്യ ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു. It's an honor to be part of India Utsav, which is organized, I think, for the past number of years by Lulu Hyper Market. I saw the whole dynamism of India-Oman relationship as I went along this entire Utsav. I have been told, and obviously everybody who comes to Lulu Hyper Market is aware of the number of Indian products which are there for display, for purchase. So I must compliment Lulu not only to stick to the classical level of products, but also to go to the new line, showcasing the emerging India, confident India, bringing in novel products, novel variety, packaging, high standards, which are all on the display. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള ലുലുവിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് ഒമാൻ റീജിയണൽ ഡയറക്ടർ അൻവർ സാദത്ത് പറഞ്ഞു. യഥാർത്ഥ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, ദൈനംദിന അവശ്യവസ്തുക്കൾ, ഇന്ത്യയിലെ പ്രിയ ബ്രാൻഡുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരണം ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ഇന്ത്യൻ പലഹാരങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കാൻ പ്രത്യേക സ്റ്റാളുകളും ലുലുവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. 24 ഒമാൻ. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. മക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗദിയിലെ അൽമാക് കമ്പനി പുതിയ മേഖലകളിലേക്ക് റിയൽ എസ്റ്റേറ്റ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സംരംഭങ്ങൾ ആരംഭിക്കാനാണ് നീക്കം. 2004 മക്കയിൽ ചെറിയൊരു റെസ്റ്റോറന്റിൽ തുടങ്ങിയ അൽമാക് കമ്പനിക്ക് കീഴിൽ ഇപ്പോൾ സർവീസ്, ട്രേഡിംഗ്, IT തുടങ്ങി വിവിധ മേഖലകളിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. സൗദിക്ക് പുറമെ UAE, ഇന്ത്യ തുടങ്ങി പല രാജ്യങ്ങളിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. മക്കയിലെ ഹറം പള്ളിക്ക് സമീപത്തുള്ള ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകൾ ഏറെ പ്രശസ്തമാണ്. റെസ്റ്റോറന്റുകൾ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, IT സൊല്യൂഷൻസ്, കോൾഡ് സ്റ്റോർ, കാറ്ററിംഗ്, പ്ലാസ്റ്റിക്, കോസ്മെറ്റിക്സ്, ക്ലീനിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയ മേഖലകളിൽ ഇപ്പോൾ 25ഓളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചെയർമാൻ മൻസൂർ ഖാൻ AC പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ പറപ്പൂർ സ്വദേശിയാണ് മൻസൂർ. ഈ പറമ്പിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഏകദേശം 15ഓളം റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ ഫുഡ് സ്റ്റഫിൽ അവിടെ കാക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല ഏറ്റവും വലിയ ഒരു ഫുഡ് സ്റ്റഫിൻ്റെ സ്ഥാപനം അൽമാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിന് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കയിൽ ഏകദേശം 36,000 ആളുകൾക്ക് ഒരേ ടൈം ഫുഡ് കൊടുക്കാൻ പറ്റിയ ഒരു കാറ്ററിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഏകദേശം ഒരു 10-25ഓളം സ്ഥാപനങ്ങൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മളെ എടുത്തിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലേക്ക് കൂടി കടന്ന കമ്പനി UAEയിൽ സമീപകാലത്താണ് പുതിയ ക്ലിനിക് ആരംഭിച്ചത്. UAEയിൽ ഉടൻ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ AC സാലിം പറഞ്ഞു. ദുബായിൽ വേറെ ടീമായിട്ട് ജോയിന്റ് വെഞ്ചറായിട്ട് ഇപ്പം അൽനഹദ കിസൈസ് ഇൻഡസ്ട്രിയൽ 3 ഒരു പോളി ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അൽമാക്കിൻ്റെ അണ്ടറിൽ. അതുപോലെ അൽമാക്കിൻ്റെ പുതിയ സംരംഭമായിട്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കൂടി അൽമാക്ക് ചെയ്തിട്ടുണ്ട്, കാല് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷങ്ങളിൽ
പുതിയ സൂപ്പർ മാർക്കറ്റ്സ്, കഫ്തീരിയ ഇതിലേക്കൊക്കെ അൽമാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് സർവീസ്, മക്കയിലെ കാക്കിയയിൽ ജൂബിലി റെസ്റ്റോറന്റ്, ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയവയാണ് വരാനിരിക്കുന്ന പ്രധാന സംരംഭങ്ങൾ. ബിസിനസ് രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ പിതാവ് മൂസ ഹാജി എസിയുടെ ചുരുക്കപ്പേരാണ് കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ദീർഘകാലമായി ഖത്തറിൽ പ്രവാസിയായിരുന്ന എറണാകുളം സ്വദേശി റാഫേൽ ജോയ് തലക്കോട്ടൂർ ദോഹയിൽ നിര്യാതനായി. ഏറെക്കാലം ഖത്തറിലെ പൊതുമേഖലാ സ്ഥാപനമായ കാഫ്കോയിൽ ജീവനക്കാരനായിരുന്നു. 1972 മുതൽ ഖത്തർ പ്രവാസിയായിരുന്നു. സംസ്കാരം നാളെ വൈകുന്നേരം 4 മണിക്ക് ഇടപ്പള്ളി ഫോറൻസ് ചർച്ചിൽ. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ മലയാളികൾക്കായി സംഘടിപ്പിക്കുന്ന സമത സാഹിത്യോത്സവം നവംബർ 29 മെൽബണിൽ നടക്കും. സമത ഓസ്ട്രേലിയ DC ബുക്സിന്റെ സഹകരണത്തോടെയാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി പ്രവാസി എഴുത്തുകാരുടെ രചനകൾക്ക് സാഹിത്യ പുരസ്കാരം നൽകും. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ മലയാളി എഴുത്തുകാർ രചനകൾ slf.melbourne@gmail.com എന്ന മെയിലിലേക്ക് ഒക്ടോബർ 31 മുൻപ് അയക്കണം. കേരളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരടങ്ങുന്ന ജൂറിയാണ് വിജയിയെ തിരഞ്ഞെടുക്കുക. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തലിന് ശേഷം സമാധാന കരാറെന്ന സെലൻസ്കിയുടെ നിലപാടിനെ പിന്തുണച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ. യുക്രൈൻ വിഷയത്തിൽ അലാസ്കയിലെ ആങ്ക്രേജിൽ നാളെ പുടിൻ ട്രംപ് കൂടിക്കാഴ്ച നടക്കും. അലാസ്കയിലെ ചർച്ചകൾക്ക് മുൻപായി പുതിയ ആണവ ക്രൂസ് മിസൈൽ പരീക്ഷിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നുവെന്ന് അമേരിക്കൻ ഗവേഷകർ. നാളെ അലാസ്കയിൽ നടക്കുന്ന ഡൊണാൾഡ് ട്രംപ് വ്ളാദിമിർ പുടിൻ ഉച്ചകോടിക്ക് മുന്നോടിയായി യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായും യൂറോപ്യൻ രാഷ്ട്ര നേതാക്കളുമായും ഇന്നലെ ട്രംപ് ചർച്ച നടത്തിയിരുന്നു. അലാസ്കയിലെ കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ തയ്യാറാകാത്ത പക്ഷം റഷ്യ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ചർച്ചകൾക്ക് ശേഷം ട്രംപ് പറഞ്ഞിരുന്നു. അലാസ്കയിലെ ഉച്ചകോടി ഫലപ്രദമായാൽ റഷ്യയും യുക്രൈനും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വൈകാതെ ത്രികക്ഷി ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ അലാസ്കയിലെ ചർച്ചകൾക്ക് മുൻപായി ആണവ ക്രൂസ് മിസൈൽ പരീക്ഷിക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണെന്ന് 2 അമേരിക്കൻ ഗവേഷകർ വ്യക്തമാക്കി. സമീപ ദിവസങ്ങളിൽ പാൻകോവ് മിസൈൽ പരീക്ഷണ സ്ഥലത്തു നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളുടെ പരിശോധനയിലൂടെയാണ് നീക്കം തിരിച്ചറിഞ്ഞത് എന്ന് ഗവേഷകർ പറയുന്നു. വൊളോദിമിർ സെലൻസ്കിയുടെ പങ്കാളിത്തത്തോടെ മാത്രമേ യുക്രൈൻ പ്രശ്നത്തിലുള്ള അന്തിമ തീരുമാനത്തിലെത്താകൂവെന്ന് ട്രംപുമായുള്ള ചർച്ചയ്ക്ക് ശേഷം യൂറോപ്യൻ രാഷ്ട്ര നേതാക്കൾ പ്രതികരിച്ചു. റിസർച്ച് ഡെസ്ക് 24. വെൽക്കം ബാക്ക് ടു ഗൾഫ് ഫോക്കസ്. ജമ്മു കശ്മീരിലെ കിഷ്ത്വാരയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 60 പേർ മരിച്ചു. 200-ലധികം ആളുകളെ കാണാതായെന്നും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ദുരന്തത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. കിഷ്ത്വാറിലെ ചുസ്ദി മേഖലയിൽ പെയ്തിറങ്ങിയ ദുരന്തത്തിൽ പൊലിഞ്ഞത് 33 ജീവൻ. മജയിൽ മാത തീർത്ഥാടകർക്കായി തയ്യാറാക്കിയ സമൂഹ അടുക്കള മിന്നൽ പ്രളയത്തിൽ പൂർണ്ണമായി ഒലിച്ചുപോയി. ഭക്ഷണം കഴിക്കാൻ കാത്തുനിന്ന 100 കണക്കിന് തീർത്ഥാടകരെ കുത്തിയൊലിച്ചെത്തിയ പ്രളയജലത്തിൽ കാണാതായി. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വ്യോമമാർഗം രക്ഷാപ്രവർത്തനം സാധിക്കുന്നില്ല. ദ്രുതകർമ്മ സേനയും സൈന്യവും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഗാന്ദർബൽ ജില്ലയിലെ നാരാനാഗിലും മേഘവിസ്ഫോടനമുണ്ടായി. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി തുടരുകയാണ്. ഡൽഹിയിൽ കൽക്കാജിയിൽ കൂറ്റൻ മരം കടപുഴകി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഹിമാചലിലെ കിന്നറിലും ഗൻവിഘട്ടിലും മിന്നൽ പ്രളയത്തിൽ നിരവധി കെട്ടിടങ്ങളും വീടുകളും തകർന്നു. 24 ഡൽഹി. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വിഭജന ഭീതി ദിനം പരാമർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിഭജനം കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഭയാനകമായ അക്രമങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ചരിത്രത്തിലെ വലിയ വിഡ്ഢിത്തരങ്ങളുടെ ഇരകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും രാഷ്ട്രപതി പരാമർശിച്ചു. हमें देश के विभाजन से हुई पीड़ा को कदापि नहीं भूलना चाहिए. आज हमने विभाजन विभीषिका स्मृति दिवस मनाया. विभाजन के कारण भयावह हिंसा देखी गई और लाखों लोग विस्थापित होने के लिए मजबूर किए गए. आज हम इतिहास की गलतियों के शिकार हुए लोगों को श्रद्धांजलि अर्पित करते हैं. നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് വിജയം. ലിസ്റ്റിൻ സ്റ്റീഫൻ സെക്രട്ടറിയും ബി രാകേഷ് പ്രസിഡന്റും
മഹാസുബൈർ ട്രഷററുമാകും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് 110 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടനയിലെ തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷം നേടിയത് മിന്നുന്ന വിജയം. സംവിധായകൻ വിനയനെയും കല്ലിയൂർ ശശിയും പരാജയപ്പെടുത്തി ലിസ്റ്റിൻ സ്റ്റീഫൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തി. 107 വോട്ടിന് ബി രാഗേഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പരാജയപ്പെടുത്തിയത് സജി നന്ദിയാട്ടിനെ. ട്രഷറായി മഹാസുബീറും വൈസ് പ്രസിഡന്റുമാരായി സോഫിയ പോളും സന്ദീപ് സേനനും വിജയിച്ചു. ആൽവിൻ ആന്റണി, MM ഹംസ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ. 14-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഔദ്യോഗിക പാനൽ മേൽക്കൈ നേടി. സാന്ദ്ര തോമസിനാകട്ടെ ഉണ്ടായത് തോൽവി. 110 വോട്ട് മാത്രമാണ് സാന്ദ്രയ്ക്ക് നേടാനായത്. സത്യത്തിന്റെയും നീതിയുടെയും വിജയമെന്ന നിർമ്മാതാക്കൾ. പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സ് യോഗ്യത ഉള്ളവർ ആരാണെന്ന് തീരുമാനിക്കുന്നു, അവർക്ക് വോട്ട് കൊടുക്കുന്നു, അവർ വിജയിച്ചു. വോട്ടെണ്ണൽ പൂർത്തിയായ ഉടൻ സാന്ദ്ര വേദി വിട്ടിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിശാഖ് സുബ്രഹ്മണ്യനാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്. 208 വോട്ടാണ് വിശാഖിന് ലഭിച്ചത്. 24 കൊച്ചി. കാസർഗോഡ് കാഞ്ഞങ്ങാട് മെർച്ചന്റ്സ് യൂത്ത് വിങ്ങും ജ്യോതിദേവ്സ് ഡയബറ്റിക് റിസർച്ച് സെന്ററും ചേർന്ന് സൗജന്യ പ്രമേഹ രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണവും നടത്തി. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജ്യോതിദേവ്സ് ഡയബറ്റിക് റിസർച്ച് സെന്റർ ആശുപത്രിയുമായി സഹകരിച്ചാണ് കാഞ്ഞങ്ങാട് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന് പ്രശസ്ത പ്രമേഹ രോഗ വിദഗ്ധൻ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് നേതൃത്വം നൽകി. ക്യാമ്പിലെത്തിയവർക്ക് സൗജന്യമായി RBS, BP, BMI പരിശോധനകൾ നടത്തി. ആദ്യത്തെ 100 പേർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന രീതിയിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജ്യോതിദേവ്സ് ഡയബറ്റിക് റിസർച്ച് സെന്റർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജ്യോതിദേവ് കേശവദേവ് രോഗികൾക്ക് ചികിത്സാ രീതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. നമ്മൾ ഈ ബോധവൽക്കരണ ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടിസ്ഥാന രോഗ ചികിത്സ, അതായത് പ്രമേഹം ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുക, അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുക. അപ്പോൾ അടിസ്ഥാന രോഗ ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അല്ലാതെ ആ രോഗം കാരണമുള്ള മറ്റ് രോഗങ്ങൾ അതെന്തുമായിക്കോട്ടെ, അത് ഒരുപക്ഷെ മുട്ടുവേദനയായിരിക്കാം, അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ആയിരിക്കാം, അല്ലെങ്കിൽ അതീവ ഗുരുതരങ്ങളായ ക്യാൻസർ രോഗങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അനുബന്ധ രോഗങ്ങൾ മാത്രം ചികിത്സിക്കാതെ നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ വ്യായാമം ചെയ്യണം, എങ്ങനെ ഭക്ഷണം ക്രമീകരിക്കണം, എങ്ങനെ അമിതവണ്ണം കുറയ്ക്കണം, പുതിയത് പഴയതുമായ മരുന്നുകൾ അതെങ്ങനെ ഉപയോഗിക്കണം, ഉറക്കത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഒരു ടീം എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഈ കേശവ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൗജന്യ പ്രമേഹ രോഗ അമിതവണ്ണ നിർണയ ബോധവൽക്കരണ ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ 350 കോടി രൂപയുടെ വിറ്റുവരവ് ലക്ഷ്യമിട്ട് ഗ്രൂപ്പ് മീരൻ സംരംഭമായ ഈസ്റ്റി ബ്രാൻഡ് വിപുലീകരണത്തിന്റെ ഭാഗമായി ഈസ്റ്റിയുടെ പുതിയ പ്രീമിയം ഉൽപ്പന്നമായ ഈസ്റ്റി സ്പെഷ്യൽ ടീ പുറത്തിറക്കി. കൊച്ചിയിൽ നടന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചടങ്ങിൽ ഗ്രൂപ്പ് മീരൻ ചെയർമാൻ നവാസ് മീരനും ഗ്രൂപ്പ് മീരൻ ഡയറക്ടർ സുബിൻ നവാസും ചേർന്ന് പുതിയ ഉൽപ്പന്നം പുറത്തിറക്കി. നിലവിൽ 30,000 ഔട്ട്ലെറ്റുകളാണ് ഈസ്റ്റിക്കുള്ളത്. 2028ഓടെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം 49,000 ആക്കുകയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. FMCG രംഗത്ത് പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഗ്രൂപ്പ് മീരൻ ചെയർമാൻ നവാസ് മീരൻ പറഞ്ഞു. ഓണം പ്രമാണിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ബ്രാൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഇനിഷ്യേറ്റീവിനെയും മാർക്കറ്റിൻ്റെ ഇന്നത്തെ ആവശ്യത്തിനെയും കൂടി കണ്ടുകൊണ്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റാണ്. ഈ ലോഞ്ച് ലാസ്റ്റ് മൺഡേ. നല്ല റെസ്പോൺസാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 100 ഗ്രാമിന് മാത്രമായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള SKUയും കൂടി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.